വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. നമ്മൾ 2 ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നൊരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്മോൾ ബിസിനസ്സിനെ പറ്റിയാണ്. കുറഞ്ഞ ചിലവ്, അതായത് 500 രൂപയിൽ താഴെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സിനെ കുറിച്ചും അതുപോലെ 1 രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിനെ കുറിച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോക്കെ, എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത് എന്താണ് നമുക്ക് വേണ്ടത്? ഓർഡറാണല്ലേ വേണ്ടത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരുടെയും ഉള്ള മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷനാണ്, ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഓർഡർ എന്തെങ്കിലും കിട്ടുമോ? ഇനി ഓർഡറൊന്നും കിട്ടൂലേ? ഓർഡർ കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഓർഡർ കിട്ടുമെന്നായിരുന്നു. എല്ലാം തുടങ്ങിയൊക്കെ വെച്ച് വലിയ സംഭവത്തിലിരുന്നിട്ട് ഓർഡർ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു സാധനം തുടങ്ങി, ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തായാലും വർക്ക് കിട്ടും. അപ്പോൾ അതിനുള്ളൊരു ഈസി ടിപ്സ്, ഒരു 2, 3, 4, 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ചിലരൊന്നും ഇത് പറഞ്ഞു തരില്ല. ഈ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരൊന്നും ഈ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ ചാൻസ് ഇല്ല. സോ ഇപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ തുടക്കത്തിലെ ഇതൊക്കെ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും. സോ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ പേജ് സ്റ്റാർട്ട് ചെയ്ത പാടും നമ്മൾ അക്കൗണ്ടിനെ കുറിച്ചോ നമ്മൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ചോ ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ അത് റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റ് ഇടുക. അതിനകത്ത് നമ്മളെ കോൺടാക്റ്റ് ID, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മുടെ ഫാമിലി, ഗ്രൂപ്പ്, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് വഴിയോ എന്ത് വഴിയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്ത് തരിക പറയുക. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. പിന്നെ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോസ്റ്ററല്ല, ചെയ്ത വർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് റെഫറൻസ് എന്തെങ്കിലും എടുത്തിട്ട് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും റെഫറൻസ്. ഇപ്പോൾ ഹാമ്പർ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഹാമ്പർ ബോക്സിൻ്റെ ഒക്കെ പിൻട്രസ്റ്റിൽ പോയിട്ട് റെഫറൻസ് എടുത്തിട്ട് ഇതുപോലെ ഹാമ്പർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഹാമ്പേഴ്സിൻ്റെ ഫോട്ടോസില്ലേ, അത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഹാമ്പർ വർക്ക് ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഫിക്സഡ് ബഡ്ജറ്റിൽ നമ്മൾ ഒരിക്കലും ഹാമ്പർ വർക്ക് ചെയ്യരുത്. ഹാമ്പർ വർക്ക് എന്നല്ല, മീൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസിലുള്ള ജോലിയാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്ന ഹാമ്പറാണ്, കാരണം ഞാൻ ചെയ്യുന്ന ഹാമ്പർ വർക്കാണ്. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് റേറ്റിൽ ഇന്ന റേറ്റ് മുതലേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന റേറ്റിന് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ആരോടും പറയരുത്. ഇപ്പോൾ കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ വേണ്ടിയിട്ട്. അതായത് അവർക്ക് ചിലപ്പം അധിക ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല, കാരണം പിന്നെ അവർക്ക് ഹാമ്പർ ചെയ്യണമെന്നുണ്ടാവും. അപ്പം നിങ്ങൾ കസ്റ്റമറോട് ഇങ്ങനെ പറയാം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിന് ഞാൻ ചെയ്തു തരും. ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് നമുക്ക് കിട്ടും. ചിലരുണ്ട്, ഇത്ര റേറ്റ് മുതലാണ് നമുക്ക് ഹാമ്പർ തുറക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ചെയ്യില്ല കേട്ടോ, അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് എത്രയാണോ അതിന് ചെയ്തു തരാം എന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാനും കൂടെ നമുക്കൊരു ഇത് വേണം കേട്ടോ. അടുത്തൊരു പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു പോയിൻ്റാണ്. അതായത് FB അക്കൗണ്ട് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു FB അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് അതിനകത്ത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാർക്കറ്റ് പ്ലേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹാമ്പർ, അതുപോലെ ഇപ്പോൾ ഫ്രെയിം വർക്കാണെങ്കിൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ക്രാഫ്റ്റിന് എന്തെങ്കിലും വർക്ക് ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ, ഇപ്പോൾ എന്താ പറയുക, ഈ വണ്ടിയും ഫോണും എല്ലാം നമ്മളിങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടൂലേ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളെ സാധനങ്ങളും കൂടെ സെയിലിടുക ഫോട്ടോ വെച്ചിട്ട്. എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അപ്പോൾ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അതിന് അപ്പം തന്നെ നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കുക.
അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസ് വഴി നമുക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ് കിട്ടും. അത് അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. എന്നുവെച്ചാൽ അതുവഴി നല്ലോണം ഓർഡർ കിട്ടും. എനിക്ക് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ പേഴ്സണലായിട്ട് കുറേ പേർക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇന്ന വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വർക്കിൻ്റെ ഫോട്ടോസും എൻ്റെ കോൺടാക്റ്റ് ID ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് എനിക്ക് കുറേ വർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ആ മാർക്കറ്റ് പ്ലേസിൻ്റെ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഫോണിൽ നിന്ന് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മേൻ്റെ ഫോണിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന അത്രയും FB അക്കൗണ്ട് ഉണ്ട്, ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ നിന്നൊക്കെ ഞാനിങ്ങനെ ആഡ് ഇടുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് വരും. ഒരു ദിവസം 10, 20, 30 എൻക്വയറീസൊക്കെ വരും. അതിനകത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് ഒരു ഓർഡറെങ്കിലും ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള മനസ്സമാധാനത്തിൽ ഇരിക്കണം കേട്ടോ. ഒരു ദിവസം എനിക്ക് 4-5 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഞാൻ ആ ടിപ്സ് ഒന്നും കൂടി ഞാൻ റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ പേഴ്സണലി ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക, വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇടുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെൻഷൻ ചെയ്തൊക്കെ ഇടുമല്ലോ, അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിനകത്ത് ആഡ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഇഷ്ടം പോലെ വരും. എനിക്ക് എൻ്റെ FB അക്കൗണ്ട് വെച്ച് ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനൊരു FB അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അതും എപ്പോഴോ തുടങ്ങിയതാണ്. അതിനകത്താണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് എവിടെ നിന്നൊക്കെയോ ഉള്ള നാട്ടിൽ നിന്നൊക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്നും ഓർഡേഴ്സ് വന്നൊക്കെ എനിക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയാണ്. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം ഒരാളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ സർവീസൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വേറൊരാൾക്കും സജസ്റ്റ് ചെയ്യും. അങ്ങനെയും കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഓർഡേഴ്സ് എങ്ങനെ കിട്ടുമെന്നുള്ളതിൽ ഇനിയൊരു ടെൻഷൻ വേണ്ട. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്മോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഓർഡേഴ്സൊക്കെ കിട്ടട്ടെ. അപ്പം അടുത്തൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.